നമസ്കാരം. ഒരു KSRTC ബസ്സിൽ സീറ്റിനെ ചൊല്ലി ഉണ്ടായ തർക്കം, വലിയ രീതിയിലുള്ള ബഹളം, അതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആകെ വ്യാപിക്കുന്നുണ്ട്. ആ ഒരു സംഭവം, അതിന്റെ വീഡിയോ ദൃശ്യങ്ങളൊക്കെ പ്രചരിക്കുന്നുണ്ട്. സംഭവം മറ്റൊന്നുമല്ല, ഒരു യുവാവ് ഒരു KSRTC ബസ്സിൽ കയറുന്നു. തമിഴ്നാട് സ്വദേശിയാണ് യുവാവ്. എന്നാൽ മലയാളം ഭംഗിയായിട്ട് സംസാരിക്കുന്നുണ്ട്. യുവാവിന്റെ പശ്ചാത്തലത്തെക്കുറിച്ച് കൂടുതലായിട്ടും വ്യക്തമല്ല. എന്താണെങ്കിലും ആ യുവാവ് ഒരു ബസ് സ്റ്റാൻഡിൽ എത്തിയ സമയത്ത് ഒരു കുപ്പി വെള്ളം വാങ്ങിക്കുന്നതിന് വേണ്ടി തൻ്റെ സീറ്റിൽ ബാഗോ ടവലോ മറ്റോ ഇട്ടിട്ട് ഇറങ്ങിപ്പോയി. തിരികെ വന്നപ്പോൾ ആ സീറ്റ് മറ്റൊരാൾ കൈവശപ്പെടുത്തിയിരിക്കുന്നു. ഒരു ഫാമിലിയാണ്, കൂടുതലും സ്ത്രീകൾ അടങ്ങുന്ന ഒരു ഫാമിലിയാണ് ആ സീറ്റ് കൈയടക്കിയത്. അതിനെ ചൊല്ലി യുവാവ് അവിടെ തർക്കമായി. അവസാനം ആ യുവാവിനെ ബസ്സിൽ നിന്ന് ഇറക്കി വിട്ടു എന്നൊക്കെയാണ് യുവാവ് ആരോപിക്കുന്നത്. ഈ ഒരു സംഭവത്തെ പറ്റി വലിയ രീതിയിലുള്ള വിവാദങ്ങൾ ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട്. അധികം ആളുകളും കുറ്റപ്പെടുത്തുന്നത് സ്ത്രീ യാത്രക്കാരെ തന്നെയാണ്. ഇതിപ്പോ കുറെ ആളുകൾ ഇതിൽ കമന്റ് ഇടുന്നുണ്ട്. നിനക്കൊക്കെ ഓസിന് യാത്ര ചെയ്യുകയും വേണം, സീറ്റും വേണം. പുരുഷന്മാര് ടിക്കറ്റ് എടുക്കുകയും വേണം, സീറ്റും കിട്ടില്ല. ആ രീതിയിലുള്ള ഒരു വിമർശനം കഴമ്പില്ലാത്തതാണ്. കാരണം സ്ത്രീകൾ ആരുടെയും ഔദാര്യം പിടിച്ചു പറ്റിയതോ അല്ലെങ്കിൽ യാചിച്ചു വാങ്ങിച്ചതോ ആയ ഒന്നല്ല ഈ KSRTC ഓർഡിനറി ബസ്സുകളിലെ സൗജന്യ യാത്ര. പുതുതായി വന്ന സർക്കാർ സ്ത്രീകൾക്ക് കൊടുത്ത ഒരു അംഗീകാരമായിട്ട്, അവർക്കുള്ള ഒരു ആദരവായിട്ട് അതിനെ കണക്കാക്കുകയാണ് എല്ലാ പുരുഷന്മാരും ചെയ്യേണ്ടത്. അല്ലാതെ നിങ്ങൾ ഓസിന് യാത്ര ചെയ്യുന്നവർ, ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്നവർ എന്ന് ചിന്തിക്കേണ്ട കാര്യം അവിടെ വരുന്നില്ല. അതേ സമയത്ത് തന്നെ സ്ത്രീ യാത്രക്കാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന തെറ്റുകളും നമുക്ക് മാറ്റി നിർത്താനാവില്ല, മറച്ചു വെക്കാനാവില്ല. ഏതെങ്കിലും ഒരു ഗർഭിണിയോ അല്ലെങ്കിൽ ഒരു കൈക്കുഞ്ഞുമായിട്ടൊരു സ്ത്രീയോ കയറിയാൽ സ്ത്രീകൾ ആരും കണ്ടില്ലെന്ന ഭാവത്തിൽ അവിടെ ഇരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ പരമാവധി ആളുകളും ഉറങ്ങുന്നത് പോലെ നടിക്കും, അല്ലെങ്കിൽ ജനാലയ്ക്ക് പുറത്തേക്ക് നോക്കിക്കൊണ്ടൊക്കെ ഇരിക്കും. പരമാവധി എഴുന്നേറ്റ് കൊടുത്ത് സഹകരിക്കുന്നത്, അവിടെ മനുഷ്യത്വം കാണിക്കുന്നത് പുരുഷന്മാർ തന്നെയാണ്. ആ കാര്യത്തിലൊന്നും യാതൊരു തർക്കവുമില്ല. എന്നാൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട മറ്റു കുറച്ച് വസ്തുതകൾ കൂടിയുണ്ട്. ഏതൊരു ബസ്സിലും, സ്വകാര്യ ബസ്സുകളിലാണെങ്കിലും പ്രത്യേകിച്ച് KSRTC ബസ്സുകളിലൊക്കെ 25% സീറ്റുകൾ സ്ത്രീകൾക്ക് വേണ്ടി റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്, അവർക്ക് അവകാശപ്പെട്ടതാണ്. എന്ന് കരുതി സ്ത്രീകൾ എന്നെഴുതിയ ഒരു സീറ്റിൽ സ്ത്രീ യാത്രക്കാരില്ലെങ്കിൽ അവിടെ ഒരു പുരുഷൻ ഇരുന്ന് യാത്ര ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. പറഞ്ഞത് മനസ്സിലായില്ലേ? ഒരു സ്ത്രീ യാത്രക്കാരി അവരുടെ സീറ്റിൽ ഇല്ലാത്ത സമയത്ത് പുരുഷന് യാത്ര ചെയ്യാം. പക്ഷെ ഏതെങ്കിലും ഒരു സ്റ്റോപ്പിൽ നിന്നൊരു സ്ത്രീ കയറുകയാണെങ്കിൽ ഈ സ്ത്രീയുടെ സീറ്റിലിരുന്ന് യാത്ര ചെയ്യുന്ന പുരുഷൻ മാറിക്കൊടുക്കേണ്ടതായിട്ടുമുണ്ട്. അതേപോലെ തന്നെ ജനറൽ സീറ്റിനെ ചൊല്ലിയും ഒരുപാട് തർക്കങ്ങൾ നടക്കുന്നുണ്ട്. ജനറൽ സീറ്റിലും ഓരോ സീറ്റിൽ കയറി സ്ത്രീകൾ ഇരിക്കും. പുരുഷന്മാർക്ക് അവരുടെ അടുത്തിരുന്ന് യാത്ര ചെയ്യാനുള്ള സാഹചര്യമില്ല. എങ്ങനെയാണ് പിന്നെ പുരുഷന്മാർ യാത്ര ചെയ്യേണ്ടത്? സ്ത്രീകൾക്ക് മാത്രം ഇരുന്ന് യാത്ര ചെയ്താൽ മതിയോ? ന്യായമായിട്ടുള്ള ഒരു ചോദ്യമാണ്. ജനറൽ സീറ്റ് എന്ന് പറഞ്ഞാൽ അത് എല്ലാവർക്കും ഇരുന്ന് യാത്ര ചെയ്യാം. ഈ അന്ധർക്ക് വേണ്ടിയിട്ടുള്ള, അംഗപരിമിതർക്ക് വേണ്ടിയിട്ടുള്ള, മുതിർന്ന പൗരന്മാർക്ക് വേണ്ടിയിട്ടുള്ള, സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള സീറ്റുകളൊക്കെ റിസർവ് ചെയ്ത് മാറ്റിവെച്ചിട്ടുണ്ട്. അതേസമയം ബാക്കിയുള്ള ജനറൽ സീറ്റുകളിൽ ആണിനും പെണ്ണിനും ആർക്ക് വേണമെങ്കിലും യാത്ര ചെയ്യാം. അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഒരു സ്ത്രീയുടെ അടുത്തൊരു പുരുഷൻ ഇരിക്കുകയാണെങ്കിൽ ആ സ്ത്രീയെ ശല്യപ്പെടുത്താതെ ഇരിക്കുന്നിടത്തോളം അവർക്ക് ഒരുമിച്ചിരുന്ന് യാത്ര ചെയ്യുന്നതിൽ യാതൊരു തെറ്റുമില്ല. ഒരു പുരുഷൻ അടുത്ത് വന്ന് ഇരുന്നു എന്ന് പറഞ്ഞ് അയാളെ ജനറൽ സീറ്റിൽ നിന്ന് എഴുന്നേൽപ്പിക്കാൻ ഒരു സ്ത്രീക്കും അവകാശമില്ല. അയാൾ ശല്യപ്പെടുത്തുകയാണെങ്കിൽ ആ വിവരം കണ്ടക്ടറെ ധരിപ്പിക്കുകയോ പോലീസ് സ്റ്റേഷനിലേക്ക് വണ്ടി വിടുകയൊക്കെയാണ് ചെയ്യേണ്ടത്. പിന്നെ ഈ ഒരു പ്രിയദർശിനി പദ്ധതി ഇറങ്ങിയപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യാൻ കഴിയുന്ന സ്ത്രീകൾക്ക്, അതിന് ആവതുള്ള സ്ത്രീകൾക്ക്, അതിന് ശേഷിയുള്ള സ്ത്രീകൾ അങ്ങനെ ടിക്കറ്റ് എടുത്ത് ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകളെയൊക്കെ ആശ്രയിക്കുക. അല്ലാത്ത, സാഹചര്യമില്ലാത്ത, ദിവസവും വണ്ടിക്കൂലി കൊടുത്ത് യാത്ര ചെയ്യാൻ നിർവാഹമില്ലാത്ത, ഒരുപാട് ദാരിദ്ര്യത്തിൽ കഴിയുന്ന, നിത്യേന യാത്ര ചെയ്യുന്ന സ്ത്രീകളുണ്ട്. അവർക്കൊക്കെ ഇത് പ്രയോജനപ്പെടട്ടെ, അവരൊക്കെ സുഖമായിട്ട് ഇരുന്ന് യാത്ര ചെയ്യട്ടെ എന്ന് കരുതി മാറിക്കൊടുക്കണം സ്ത്രീകൾ, അതിന് കഴിയുന്ന സ്ത്രീകൾ. അതൊരു മര്യാദയാണ്. അതുപോലെ തന്നെയുള്ള പല മര്യാദകളും KSRTC ബസ്സിൽ നമ്മൾ പാലിക്കേണ്ടതായിട്ടുണ്ട്. ഇതിപ്പോ ഇങ്ങനെ ഒരു ബസ്സിൽ ഒരു വെള്ളം വാങ്ങിക്കാൻ വേണ്ടി ഇറങ്ങി താൻ ദീർഘദൂരം യാത്ര ചെയ്യേണ്ട ഒരു സീറ്റ്, അതിൽ ഇരുന്ന ആ ഒരു സമയത്ത് തനിക്ക് വെള്ളം ദാഹിച്ചു, ഒരു കുപ്പി വെള്ളത്തിന് വേണ്ടി പുറത്തിറങ്ങിയപ്പോൾ ബാഗോ ടവലോ അവിടെ വെച്ചിട്ട് ഇറങ്ങിയിട്ട് തിരിച്ചു വരുമ്പോൾ ആ സീറ്റ് കൊടുക്കുക എന്നുള്ളത് സഹയാത്രികരുടെ ഒരു മര്യാദയാണ്. അയാൾ ഒരുപാട് ദൂരം യാത്ര ചെയ്യേണ്ട ഒരു മനുഷ്യനാണെങ്കിൽ ആ സീറ്റ് അദ്ദേഹത്തിന് കൊടുക്കുക എന്നുള്ളതൊക്കെ ഒരു മര്യാദയാണ്. എല്ലാം നമ്മൾ നിയമം മാത്രം നോക്കിക്കൊണ്ടിരിക്കുക, അതൊരു മനുഷ്യത്വവും മര്യാദയും ഒക്കെ നമുക്കും കാണിക്കാം. ആ മനുഷ്യനോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, ആ യുവാവിനോട് ആ സ്ത്രീകളൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നത്, നീ അത് സീറ്റിന് വേണ്ടി എക്സ്ട്രാ പൈസ വല്ലതും കൊടുത്തിട്ടുണ്ടോ എന്നാണ്. അങ്ങനെ പറയാൻ നമുക്ക് ആർക്കും റൈറ്റ് ഇല്ല. അതേ സമയത്ത് തന്നെ വേറൊരു പ്രവണത കാണിക്കാറുണ്ട്. തിരക്കുള്ള ബസ്സിലൊക്കെ കയറുന്ന സമയത്ത് പുറത്ത് നിന്നുകൊണ്ട് ആളുകൾ അവരുടെ ബാഗോ കുപ്പികളോ ടവലോ ഒക്കെ എടുത്ത് സീറ്റിൽ അങ്ങ് എറിഞ്ഞിട്ടേക്കും.
എന്നിട്ട് പുറത്ത് കൈയും കെട്ടി നിൽക്കും. ഇടിച്ചു തള്ളി വണ്ടിക്കകത്ത് കയറുന്നവർക്ക് സീറ്റ് കിട്ടില്ല, മറ്റവർ പുറത്തു നിന്ന് സീറ്റ് പിടിച്ചിരിക്കുകയാണ്. അങ്ങനെ ചെയ്യുന്നത് ഒട്ടും ന്യായമല്ല. ഈ ഇടിച്ചു തള്ളി അകത്ത് കയറുന്ന ആളുകളൊക്കെ സീറ്റിൽ ഇരുന്ന് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ തള്ളയടിച്ച് കയറുന്നത്. അപ്പോൾ അവരോട് കാണിക്കുന്ന ഒരു മര്യാദകേടാണത്. അതൊരു നിയമലംഘനമായിട്ട് തന്നെ കണക്കാക്കണം. അങ്ങനെ ആരും ചെയ്തുകൂടാ. എല്ലാവർക്കും സ്വസ്ഥമായിട്ട് ബസ്സിൽ കയറി യാത്ര ചെയ്യാനുള്ള അവകാശം ഇവിടെയുണ്ട്. അത് തുല്യവുമാണ്. പിന്നെ സ്ത്രീകൾക്ക് വേണ്ടി 25% സീറ്റ് സംവരണം ഇവിടെ ചെയ്തിരിക്കുന്നത് സ്ത്രീകൾക്കുള്ള ഒരു പ്രത്യേക പരിഗണനയുടെ അടിസ്ഥാനത്തിലാണ്. അത് എങ്ങനെയും പുരുഷന്മാരോട് പെരുമാറാനുള്ള ഒരു ലൈസൻസ് ആയിട്ട് സ്ത്രീകളും കരുതരുത്. മറ്റെല്ലായിടങ്ങളിലും നിയമങ്ങൾ, സ്ത്രീകൾക്ക് അനുകൂലമായിട്ടുള്ള നിയമങ്ങൾ ചൂഷണം ചെയ്യുന്നത് പോലെ തന്നെ കിട്ടുന്ന പരിഗണനകളെ ഒരു എന്തും ചെയ്യാനുള്ള ലൈസൻസ് ആക്കി മാറ്റാനും സ്ത്രീകൾ ഇപ്പോൾ തുനിയുന്നുണ്ട്. KSRTC ബസ്സുകളിലൊക്കെ തന്നെയാണെങ്കിലും അടുത്ത് വന്ന ഒരാൾ ഇരുന്ന് അയാൾ മര്യാദയ്ക്ക് അവിടെ ഇരുന്ന് യാത്ര ചെയ്യുകയാണെങ്കിൽ ഒരു ശല്യവും വിചാരിക്കേണ്ട കാര്യമില്ല. എല്ലാവർക്കും ജനറൽ സീറ്റ് ഒരുപോലെ അവകാശപ്പെട്ടതാണ്. അല്ലാതെ ഒരുത്തൻ അടുത്ത് വന്നിരുന്ന ഉടനെ എന്തിനാ അടുത്ത് വന്നിരിക്കുന്നത്, ഇത് എൻ്റെ സീറ്റല്ലേ എന്ന തരത്തിലുള്ള ഒരു നോട്ടവും ഭാവവും ഒന്നും സ്ത്രീകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകരുത്. കാരണം നമുക്ക് അവകാശപ്പെട്ട സീറ്റല്ല, എല്ലാവർക്കും അത് തുല്യമായിട്ട് അവകാശപ്പെട്ടതാണ്. അതുപോലെ തന്നെ സ്ത്രീകളുടെ സീറ്റിലിരുന്ന് പുരുഷന്മാരെ യാത്ര ചെയ്യണമെന്ന് നിർബന്ധം പിടിക്കാനും പാടില്ല. അവർക്ക് സംവരണം ഏർപ്പെടുത്തിയിട്ടുള്ള സീറ്റിൽ കയറിയിരുന്ന് ഞാനും ടിക്കറ്റ് കൊടുക്കുന്നതല്ലേ, ടിക്കറ്റ് എടുക്കുന്നതല്ലേ, അതുകൊണ്ട് എനിക്കും ഇതിലിരിക്കാൻ അവകാശമുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഷോ നടത്തുന്നത് അത് അനാവശ്യമാണ്. നിയമം നമ്മൾ നിയമമായിട്ട് തന്നെ കണ്ട് അതിനെ അംഗീകരിക്കണം. നിങ്ങൾ മാറി, നിങ്ങളുടെ സീറ്റ് നിങ്ങൾ മാറുമോ? അതാണ് എന്റെ ചോദ്യം. അത്രേ ഉള്ളൂ. അപ്പൊ മാറി ആയിരുന്നോളാം. ഈ ഒരു പ്രശ്നത്തിൽ ആ യുവാവിനോടൊപ്പം നിൽക്കാനേ തൽക്കാലം നിവൃത്തിയുള്ളൂ. കാരണം അദ്ദേഹം കുറെ ദൂരം ആ ഒരു സീറ്റിൽ ഇരുന്ന് യാത്ര ചെയ്ത ആളാണ്. ഒന്ന് വെള്ളം കുടിക്കാൻ തോന്നിയപ്പോൾ ഇറങ്ങിപ്പോയി. തിരിച്ചു വന്നപ്പോൾ ആ സീറ്റ് അവർക്ക് വിട്ടുകൊടുക്കാവുന്നതേ ഉള്ളായിരുന്നു. ഈ ഒരുപാട് ആളുകൾ ഒന്നിച്ചുള്ളവരെല്ലാവരും കൂടെ കൂടി ഒറ്റയ്ക്ക് നിൽക്കുന്നവനെ അങ്ങ് മലർത്തി അടിക്കുക എന്ന് പറഞ്ഞാൽ അത് എല്ലായിടത്തും നടക്കുന്ന കാര്യമാണ്, എല്ലാവരെ കൊണ്ടും സാധിക്കും. പക്ഷെ അങ്ങനെ ചെയ്തുകൂടായിരുന്നു. പ്രത്യേകിച്ച് തമിഴ്നാട് സ്വദേശി കൂടിയാണ് അദ്ദേഹം. പറയുന്നത് എനിക്ക് തമിഴ്നാട്ടിൽ പോലും ഇങ്ങനെ ഒരു അവസ്ഥ ഏൽക്കേണ്ടി വന്നിട്ടില്ല, കേരളത്തിൽ വന്നിട്ട് ഒരു മര്യാദയും കിട്ടിയില്ല എന്നൊക്കെയാണ്. അപ്പൊ നമ്മുടെ നാടിന് തന്നെ അതൊരു പേരാണ്. അങ്ങനെയൊന്നും ആരും ചെയ്യാതിരിക്കുക. നമുക്ക് എല്ലാവരും മനുഷ്യരല്ലേ, എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സാഹചര്യം പറയാം. തീരെ വയ്യാത്ത ഒരാൾ ബസ്സിൽ കയറുന്നത് കണ്ടാൽ നമുക്ക് നിൽക്കാനുള്ള ആരോഗ്യമുണ്ട്, ദൈവം സഹായിച്ച് നമുക്ക് നിൽക്കുന്നതിൽ പ്രശ്നമില്ലെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് കൊടുക്കുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല. നമ്മൾ ആ സമയത്ത് എഴുന്നേറ്റ് കൊടുത്താൽ നമ്മുടെ വീട്ടിലുള്ള മുതിർന്നവരാരെങ്കിലും ബസ്സിൽ കയറുമ്പോൾ മറ്റുള്ളവരൊക്കെ അവരെ സഹായിക്കും, അവർക്ക് വേണ്ടി എഴുന്നേറ്റ് കൊടുക്കും. നമ്മൾ മറ്റുള്ളവർക്ക് എന്താണോ ചെയ്യുന്നത് അതിൻ്റെത് നമ്മുടെ കുടുംബത്തിൽ അതിൻ്റെ ഒരു പ്രയോജനം ഉണ്ടാകും, അല്ലെങ്കിൽ നമുക്കോ നമ്മുടെ വേണ്ടപ്പെട്ടവർക്കോ അതുപോലെ ഒരു പ്രയോജനം ഭാവിയിൽ ഉണ്ടാകും എന്ന ഒരു വിശ്വാസം വേണം. പിന്നെ ഏറ്റവും ആദ്യം ഞാൻ സൂചിപ്പിച്ച ഒരു സംഭവം, സ്ത്രീകളെ ഇപ്പോൾ വെറും അങ്ങ് ഓസിന് പോകുന്ന ആളുകൾ എന്നുള്ള ഒരു രീതിയിൽ കാണുന്ന കുറേ പുരുഷന്മാരുണ്ട്. എല്ലാവരുമല്ല, കുറേ വിവരദോഷികളുണ്ട്. അങ്ങ് ഓസിന് ഔദാര്യം പറ്റി യാത്ര ചെയ്യുകയാണ്, നാണമില്ലേ എന്നുള്ള രീതിയിലൊക്കെ. അത് ഈ ബസ്സിൽ കൺസെഷൻ എടുത്ത് പോകുന്ന വിദ്യാർത്ഥികൾക്ക് നേരെ കാണിക്കുന്ന പുച്ഛം പോലെ തന്നെയാണ് ഈ സ്ത്രീകൾക്ക് നേരെ. അവരാരും ചോദിച്ചു വാങ്ങിയതല്ലല്ലോ, ആദ്യം പറഞ്ഞതുപോലെ തന്നെ. പക്ഷെ അതേ സമയത്ത് സ്ത്രീകൾ മര്യാദ കാണിക്കേണ്ട ഇടങ്ങളിൽ കാണിക്കുക തന്നെ വേണം. ഗർഭിണികൾക്ക് വേണ്ടിയിട്ട് എല്ലാ ബസ്സിലെയും ഓരോ സീറ്റ് സംവരണം ചെയ്തിരിക്കുന്നത് തന്നെയാണ്. എന്നാലും കയറിയാൽ അവരവിടെ നിൽക്കേണ്ട അവസ്ഥയൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഇരിക്കുന്നവർ എഴുന്നേറ്റ് കൊടുക്കില്ല. ചിലപ്പോൾ ഇരിക്കുന്നവരും ക്ഷീണിച്ചൊക്കെ ആയിരിക്കും ഇരിക്കുന്നത്, ഒരുപാട് ദൂരം യാത്ര ചെയ്യേണ്ടവരായിരിക്കും. എങ്കിലും കുറച്ച് സമയം ഇരുന്നുള്ളൂ, കുറച്ച് ദൂരം ഇരുന്നിട്ട് പിന്നെ ഞാനിരിക്കാം, അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനൊക്കെ ശ്രമിക്കണം. എല്ലാവരും സഹകരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ക്ഷമിച്ചും സഹിച്ചുമൊക്കെ യാത്ര ചെയ്താലേ നമുക്ക് ദുരിതപൂർണമല്ലാത്ത യാത്രകൾ സാധ്യമാവുകയുള്ളൂ. അതുപോലെ തന്നെ മറ്റൊന്നാണ്, ഞാൻ ഇടയ്ക്ക് എപ്പോഴോ സൂചിപ്പിച്ചിട്ടുണ്ട്, ഈ കുട്ടികളെ നിയന്ത്രിക്കുന്ന കാര്യം. ഫാമിലിയൊക്കെ ആയിട്ട് കയറി കഴിഞ്ഞാൽ ഈ പിള്ളേർ സീറ്റിൻ്റെ ബാക്കിൽ ചവിട്ടും കാറലും കൂവലും ബഹളവും തീറ്റയും കുടിയും പിന്നെ വല്ലാത്തൊരു ഭൂകമ്പമായിരിക്കും ബസ്സിനകത്ത് ഉണ്ടാക്കുന്നത്. അടുത്തിരിക്കുന്ന യാത്രക്കാരെ ശല്യം ചെയ്യുക, അവരെ ഞോണ്ടുക, പിച്ചുക, തലമുടി പിടിച്ച് വലിക്കുക, സീറ്റിനിടയിൽ കൂടി ചവിട്ടുക, ഇങ്ങനെയുള്ള പലതരം കാര്യങ്ങൾ കുട്ടികളാണെങ്കിലും കാണിക്കും. ആ കുട്ടികൾ അതൊക്കെ കാണിക്കുന്നത് കണ്ടാൽ ഈ അടുത്തിരിക്കുന്ന മുതിർന്നവർ അല്ലെങ്കിൽ അവർക്ക് വേണ്ടപ്പെട്ട മാതാപിതാക്കളാണെങ്കിൽ അവർ അനങ്ങുകയുമില്ല. കൊച്ചല്ലേ കുസൃതിയല്ലേ എന്ന് പറഞ്ഞ് മിണ്ടാതിരിക്കും. സമാധാനമായി സ്വസ്ഥമായിട്ട് യാത്ര ചെയ്യാനുള്ള അവകാശം ഓരോരുത്തർക്കുമുണ്ട്. അത് സംരക്ഷിക്കേണ്ടത് നമ്മളുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. ബസ്സിലിരുന്ന് ഫോൺ ചെയ്യുമ്പോഴൊക്കെ ആണെങ്കിൽ ഒച്ചത്തിൽ കിടന്ന് കാറി കൂവി വിളിച്ച് നാട്ടുകാരെ മുഴുവൻ കേൾപ്പിക്കത്തക്ക വിധത്തിൽ സംസാരിക്കുകയൊന്നും അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് പതുക്കെ ഇരുന്ന് നിങ്ങൾക്കും അപ്പുറത്തുള്ള ആൾക്ക് കേൾക്കാൻ പറ്റുമല്ലോ. നിങ്ങൾ സംസാരിക്കുന്നത് മൈക്കിൽ കൂടിയാണല്ലോ ഫോണിൻ്റെ, അവർ കേൾക്കാൻ പറ്റും. അപ്പോൾ അവർക്ക് നിങ്ങൾക്കും കേൾക്കാൻ വേണ്ടി മാത്രം നിങ്ങൾ സംസാരിക്കുക. നിങ്ങളുടെ കാര്യം നാട്ടുകാരെ അറിയിക്കാതിരിക്കുക, ഉച്ചത്തിൽ പാട്ടുകൾ വയ്ക്കാതിരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പലതരത്തിലുള്ള മാനസികാവസ്ഥയിൽ പോകുന്ന ആളുകളായിരിക്കും ബസ്സിലൊക്കെ ഉള്ളത്. അവർക്ക്
ചിലപ്പോൾ അത് ഉൾക്കൊള്ളാൻ പറ്റില്ല. മറ്റുള്ളവരെ പരിഗണിച്ചുകൊണ്ട് ഒന്നിച്ച് നമുക്ക് സഹകരണ മനോഭാവത്തോടെ പൊതുഗതാഗതത്തെ ആശ്രയിക്കാം. ഏതായാലും ഈ യുവാവിൻ്റെ വിഷയത്തിൽ നിങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്, നിങ്ങളുടെ അഭിപ്രായം എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതും.